ഇന്ന് കൈക്കുഞ്ഞുങ്ങൾക്ക് പോലും കയ്യിൽ മൊബൈൽ കൊടുക്കേണ്ട അവസ്ഥയാണ്. ആ പ്രവണത അവരുടെ വികാസത്തെയും വൈകാരികതയും ഒക്കെ സാരമായി ബാധിക്കും. അവരുടെ ലോകം അതിൽ ഒതുങ്ങിപ്പോവുകയും ചെയ്യും. ഒറ്റടിക്ക് മൊബൈൽ കൊടുക്കാതിരുന്നാൽ കുട്ടികൾ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെ തന്ത്രപരമായി ഹാൻഡിൽ ചെയ്യാം? അതാണ് ഐറിൻ ടീച്ചർ ചെയ്തത്. കരുവേലിപ്പടിയിലെ ഐറിൻ ടീച്ചറും കുട്ടികളുമുള്ള അങ്കണവാടിയാണ്. ഐറിൻ ടീച്ചർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോണിന്റെ ദൂഷ്യഫലം ഒരു കഥാരൂപേണ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കുകയാണ് ഉണ്ടായത്. ഐറിൻ ടീച്ചറും കുട്ടികളും അകത്തുണ്ട്. പോവാം. ഏത് വിധേന എന്നതല്ല, ലക്ഷ്യമായിരുന്നു ഐറിൻ ടീച്ചർക്ക് മുഖ്യം. കുട്ടികൾക്ക് മനസ്സിലാകും വിധം അഭിനയിച്ച് കാണിച്ചു. ഒരു ചെറുനാടകം പോലെ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആശയം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങി. കാണാൻ പറ്റൂല. അപ്പൊ ഇനി ഇത് എടുക്കോ വീട്ടില്? നിങ്ങൾ വലുതായാലും ഇത് നിങ്ങൾ എടുക്കരുത്. പഠിത്തത്തിലേക്ക് പോകണം കേട്ടാ. ഓരോ വർഷവും പഠിപ്പിച്ചോണ പിള്ളേരുടെ മാതാപിതാക്കളും പറയും, ഇപ്പോഴും പറയും, പിള്ളേർ ഭക്ഷണം കഴിക്കുമ്പോ ഈ മൊബൈൽ വേണം എന്നുള്ളത് പറയണോണ്ട് അപ്പൊ അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകില്ല. അതുകൊണ്ട് അത് നമ്മൾ കഥ രൂപത്തിലൊന്ന് പുറത്ത് കാണിക്കും. ഇപ്പൊ എല്ലാവരും പറയണത് ടീച്ചറെ, അമ്മമാര് പറയണ ടീച്ചറെ, അത് പിള്ളേർ ഇപ്പൊ ഭക്ഷണം കഴിക്കണുണ്ട്, മൊബൈലൊന്നും ചോദിക്കണില്ല, പേടിയാണ്, കണ്ണീന്ന് വരും ചോര എന്നൊക്കെയാണ് പറയണേന്ന് പറയുന്നത്. മൊബൈല് വേണോ? വേണ്ട വേണ്ട. എന്തുകൊണ്ടാ? കണ്ണീന്ന് ചോര വരും. മൊബൈല് വേണോ? വേണ്ട. പേരെന്താ മോളെ? മൊബൈല് വേണോ? വേണ്ട. പേരെന്താ? മൊബൈല് വേണോ? വേണ്ട. ഇപ്പോൾ ടീച്ചറും കുട്ടികളും അതിലുപരി രക്ഷിതാക്കളും ഒക്കെ ഹാപ്പി. ഇപ്പോൾ ഇവർ ചിന്തിക്കുകയും കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയമാണ്. അതവർ ചെയ്യട്ടെ, മാനസിക ഉല്ലാസം നേടട്ടെ എന്നതാണ് പറയാനുള്ളത്. എന്തായാലും ടീച്ചറുടെയും കുട്ടികളുടെയും ലോകത്ത് നിന്ന് നമ്മളിപ്പോൾ തൽക്കാലം പിൻവാങ്ങുകയാണ്. ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. രാഗനുണ്ട് നമുക്കൊപ്പം. രാഗനെ, ഈ മൊബൈൽ രാഗിൻ്റെയും എൻ്റെയും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും വീട്ടിൽ പലപ്പോഴും വില്ലനായി വരുന്ന കഥാപാത്രമാണ്. പലപ്പോഴും വലിയ സഹായി കേട്ടോ, അത് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ടീച്ചറിൻ്റെ ആ തന്ത്രം കൊള്ളാം അല്ലേ? കുട്ടികളെല്ലാം മൊബൈലിനെ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒടുവിലാണ് ആ കുഞ്ഞിൻ്റെ കയ്യിലാണ് ഫോൺ എന്നത് വ്യക്തമാകുന്നത്. ഇപ്പോൾ പല വീടുകളിലെയും സ്ഥിതി അതാണ്. ഈ ഫോണൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്നത് കുട്ടികളാണ്. പണ്ട് നമുക്കറിയാം, ഈ അമ്മമാരൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് അമ്പിളിമാമനെ കാണിച്ചു കൊടുത്തും അല്ലെങ്കിൽ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തും ഒക്കെയാണ്. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഫോൺ വേണം, എന്നാൽ മാത്രമേ അവരെന്തും ചെയ്യൂ എന്നുള്ള അവസ്ഥയാണുള്ളത്. അങ്ങനെ ചിലപ്പോൾ അടങ്ങിയിരിക്കാൻ വേണ്ടി കുട്ടിക്ക് ഫോൺ കൊടുക്കും, പിന്നെ അതൊരു ആസക്തിയായി മാറുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട്. എന്തായാലും ഫോണിന് അഡിക്റ്റായി പോകുന്ന ഒരു അവസ്ഥ പല കുഞ്ഞുങ്ങൾക്കും ഒക്കെയുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇത്തരത്തിൽ ഈ ഐറിൻ ടീച്ചർ ഒരു സൂത്രവിദ്യ പ്രയോഗിച്ചത്. കുറച്ച് എക്സാജറേറ്റ് ഒക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ അക്കാര്യങ്ങൾ ബോധവാന്മാരാക്കി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇതൊരു ശാസ്ത്രീയമായ മാർഗമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. പക്ഷേ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാർക്കും ഫോൺ വേണ്ട എന്ന അവസ്ഥയാണ്. നമ്മളവിടെ ചെല്ലുമ്പോഴും വളരെ ആക്റ്റീവായിരുന്നു കുട്ടികൾ. കുട്ടികൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നു, അക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മൊബൈൽ ഫോണിനൊന്നും എതിരല്ല ആരും. പക്ഷേ ഈ കുഞ്ഞു പ്രായത്തിൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണവും അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ട സാഹചര്യവും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ, കുഞ്ഞു പ്രായത്തിൽ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ പലരുടെയും കണ്ണ് പ്രശ്നമായി വരുന്നുണ്ട്. പല ഡോക്ടർമാരും ഒക്കെ തന്നെ പറയുന്നത് ഈ ഒരു 7-8 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കണ്ണിന് ചില പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ കാണിക്കുന്നു. കാരണം ഇത്രയും അടുത്ത് വെച്ചാണ് ഈ ഫോൺ നോക്കുകയും ഒക്കെ ചെയ്യുന്നത്. കൂടാതെ അവരുടെ ചിന്താശേഷി ഹൈപ്പർ ആക്റ്റീവ് ആകുന്നു. പലരും ചിന്താശേഷി കുറയുന്നു. തലച്ചോറിനൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കൂടുതൽ ഇടപഴകാൻ കഴിയാത്തത് കൊണ്ടുള്ള ചിന്താശേഷിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത്തരം ചില നുറുങ്ങ് വിദ്യകളിലൂടെയൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് അവർക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. എന്തായാലും വലിയ സന്തോഷം തോന്നി അവിടെ പോയപ്പോൾ. കാരണം ഇത്തരത്തിൽ ഒരുപാട് മാർഗങ്ങളിലൊക്കെ വഴി ഈ ഫോൺ ഉപയോഗം കുറയ്ക്കുക എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് മാതാപിതാക്കളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതിനൊക്കെ വളരെ
വളരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ചില ഇത്തരത്തിലുള്ള വഴികളിലൂടെയൊക്കെ തന്നെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ വരുതിയിലാക്കി കൊണ്ടുവന്ന് അവരെയൊക്കെ ഉയർന്ന് പോകാനായിട്ടുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഐറിൻ ടീച്ചറുടെ ഒരു രീതിയാണ്. അങ്ങനെ പല രീതികളും പലരും പ്രയോഗിക്കുന്നുണ്ടാകും. എന്തായാലും കുഞ്ഞുങ്ങൾ വളരട്ടെ, അവർ കൂടുതൽ മുന്നോട്ട് വരട്ടെ. അതിന് അവർക്ക് വിഘാതം നിൽക്കുന്ന വസ്തുക്കളെ നമുക്ക് അകറ്റി നിർത്താം. പിന്നീട് ആ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ഘട്ടത്തിൽ അവർക്ക് ആ രീതി. ശരിയാണ് രാഗിനി. ഇപ്പോൾ മൊബൈലും ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് ജീവിതം മുന്നോട്ട് പോകാനുള്ള കുട്ടികൾ അതിലൂടെയും വലിയ സാധ്യതകളൊക്കെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ പക്ഷേ അവരുടെ പ്രായത്തിൽ വേണ്ട ഒരു ചെറിയ നിയന്ത്രണങ്ങൾ അതൊക്കെ പാലിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കുക എന്നതേ ഉള്ളൂ. അല്ലാതെ ഒന്നിനെയും അടച്ച് മാറ്റിവെക്കുക എന്നതോ അല്ല ഇതിൻ്റെ കാര്യം. പക്ഷേ ടീച്ചറിൻ്റെ ആ തന്ത്രം വളരെ കൃത്യമാണ്. ഒരുപക്ഷെ ഈ 8 വയസ്സൊക്കെ സമയത്ത് പിള്ളേർക്കൊക്കെ കണ്ണുവേദനയൊക്കെ നമ്മളിപ്പോൾ ജീവിതത്തിലൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ശരി.